പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് അവിടുത്തെ വരദാനങ്ങളാൽ നിറച്ച് ഞങ്ങളോടൊപ്പം കൂടെ ആയിരിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട എൻ്റെ ഈശോയെ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈശോനാഥ, ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം തന്ന് നടത്തുകയും പ്രഭാതത്തിൽ ദിവ്യബലിയിൽ ഞങ്ങളെ ബലിവസ്തുക്കളാക്കി മാറ്റുകയും ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ച് അവിടുത്തെ കൃപയാൽ പൊതിഞ്ഞ് നടത്തുന്ന നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളാൽ അനുഗ്രഹിച്ച കൃപയെ ഓർക്കുന്നു നാഥ. കർത്താവായ ഈശോപ്പ, ഞങ്ങളെയും കുടുംബങ്ങളെയും സഹോദര കുടുംബങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യങ്ങളെയും ഇപ്പോൾ ഈ കരുണയുടെ സമയം അവിടുത്തെ വറ്റാത്ത സ്നേഹത്തിൻ്റെ മുൻപിൽ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അവിടുത്തെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥിച്ചു വചനമെടുത്തു. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 31-ാം അധ്യായം വായിച്ചു. ഈ അധ്യായത്തിൽ കർത്താവിനോടുള്ള അപേക്ഷകളാണ് കാണുന്നത്. ദുരിതങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷ, കർത്താവ് നമ്മുടെ നേരെ ചെവി ചായ്ക്കുവാനുള്ള അപേക്ഷ, അവിടുന്ന് നമ്മുടെ അപേക്ഷയിലെയും കോട്ടയം ആയിരിക്കണമെന്നുള്ള അപേക്ഷ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപേക്ഷ രൂപത്തിൽ ദാവീദ് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് 7-ാമത്തെ വാക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷം തന്ന വാക്കാണ്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു, എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. അതെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദം തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ യാതനകളും ദുരിതങ്ങളും കർത്താവ് കാണുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല. നാം ഓരോരുത്തരും കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി ിരിക്കുന്നവരാണെങ്കിൽ ദുർബലരാകാതെ ധൈര്യത്തോടെ കർത്താവിൽ ചേർന്നിരിക്കാം. അതിനായി ഈ കരുണയുടെ സമയം നമ്മെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.